ഫ്രണ്ട്സ്, ഡിജിറ്റെക് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആർഡ്യൂണോ എന്ന് പറയുന്ന ഒരു പ്രോട്ടോടൈപ്പിംഗ് ബോർഡിനെ പറ്റിയാണ്. അപ്പോൾ ഇതിൽ എന്താണ് ആർഡ്യൂണോ, എന്താണ് അതിൻ്റെ ഗുണങ്ങൾ, എന്താണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ്സ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ്സിൽ പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആർഡ്യൂണോ ബോർഡ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ആർഡ്യൂണോൻ്റെ യൂണോ എന്ന് പറയുന്ന ബോർഡാണിത്. ആർഡ്യൂണോ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഇറ്റലി ബേസ്ഡ് കമ്പനിയാണ്. അവരിപ്പോൾ കുറേ തരം ബോർഡുകൾ അവർ ഇറക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മോഡലാണ് ആർഡ്യൂണോ യൂണോ എന്ന് പറയുന്ന ബോർഡ്. ഇതിന് USB ടൈപ്പ് B ആണ്. അധികം കേട്ട് കാണില്ല. ടൈപ്പ് സി മൈക്രോ USB നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവുക. ഇത് USB ടൈപ്പ് B ആണ്. ഇത് നമുക്ക് പ്രിന്റർ, സ്കാനർ എന്നീ സാധനങ്ങളിലൊക്കെ USB ടൈപ്പ് B ആണ് ഉപയോഗിക്കാറ്. പിന്നെ ഒരു പവർ കോഡ് കുത്താനുള്ളൊരു പോയിന്റ് ഉണ്ട്. ഇതിൽ നമുക്ക് 9 വോൾട്ട് പവർ വരെ ആണെങ്കിൽ കൊടുക്കാം. ഇതിൽ ബോർഡ് വർക്ക് ചെയ്യുന്നത് 5 വോൾട്ടിൻ്റെ ആണെങ്കിലും 9 വോൾട്ട് കുത്തിയാലും കുഴപ്പമില്ല. കാരണം ഇവിടെ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ഇൻബിൽട്ട് ആയിട്ട് ഇത് വരുന്നുണ്ട്. അപ്പോൾ ഈ ആർഡ്യൂണോ ബോർഡിൽ ഇവിടെ ഒരു IC വരുന്നുണ്ട്. ഇത് Atmega 328 എന്ന് പറയുന്ന IC ആണ്. ഈ IC ഒരു പ്രോഗ്രാമബിൾ IC ആണ്. അപ്പോൾ ഇതാണ് ഈ ആർഡ്യൂണോ ബോർഡിൻ്റെ ഹാർട്ട് എന്ന് പറയാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ പിൻസ് വരുന്നുണ്ട്. ഇതൊരു സോക്കറ്റ് ടൈപ്പ് പിന്നാണ്. ഇവിടെ A0, A1, A2 എന്ന് പറഞ്ഞ 6 പിന്നുകളുണ്ട്. അപ്പോൾ ഇത് അനലോഗ് പിൻസാണ്. അപ്പോൾ ഇതിൽ നമുക്ക് അനലോഗ് ഇൻപുട്ടുകൾ എന്ന് പറയുമ്പോൾ വേരിയിങ് ഇൻപുട്ടുകൾ നമുക്ക് ഇതിൽ കൂടെ കൊടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ TX, RX എന്ന് പറഞ്ഞ ഒരു പിൻ നമ്പർ 1ഉം 0 ഉണ്ട്. അപ്പോൾ RX എന്ന് പറയുന്നത് റിസീവർ പിന്നാണ്. അപ്പോൾ നമുക്ക് വേറെ വല്ല ഡിവൈസസിന് നമുക്ക് ഇതിന് ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ ഇത് റിസീവർ ട്രാൻസ്മിറ്റർ പിന്ന് യൂസ് ചെയ്ത് അത് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ കാണുന്ന പിൻസ് എന്ന് പറയുന്നത് 1, 2, 3 എന്ന് പറയുന്ന ഈ സൈഡിലുള്ള പിൻസൊക്കെ ഡിജിറ്റൽ പിൻസാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ പിൻസിൽ നമുക്ക് ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻപുട്ട്, ഔട്ട്പുട്ടൊക്കെ നമുക്ക് ഇതിൽ കൂടെ എടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ വരുന്നത് പവർ എന്ന് പറയുന്ന ഈ സെക്ഷനാണ്. ഈ സെക്ഷനിൽ നമുക്ക് ആർഡ്യൂണോ ബോർഡ് റൺ ചെയ്യാനുള്ള പവർ, ഇൻപുട്ട് പവർ വേണമെങ്കിൽ നമുക്ക് ഈ പിന്നിൽ കൊടുക്കാം. അവിടെ V എന്ന് പറയുന്ന പിന്ന്, അതിൽ 5 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആർഡ്യൂണോ ബോർഡ് പവർ ആയുള്ളൂ. പിന്നെ നമുക്കൊരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രൗണ്ടിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ 2 പിന്ന് നമുക്ക് ഗ്രൗണ്ടിങ് പിൻസാണ്. അപ്പോൾ നമുക്ക് ഈ പിന്നുകൾ ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ ഡിവൈസസ് ഇതുമൊന്ന് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പവർ സോഴ്സ് ആയിട്ട് വേണമെങ്കിൽ 3.3 വോൾട്ട്സും 5 വോൾട്ട്സും ഒക്കെ ഇവിടെ കിട്ടും. പിന്നെ ഇതിന് ബോർഡ് ഇപ്പോൾ നമുക്ക് ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് റീസെറ്റ് സ്വിച്ച്. ഇപ്പോൾ ഈ സ്വിച്ച് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോർഡ് റീസെറ്റ് ആവും. അത് നമുക്ക് സ്വിച്ച് അല്ലാണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഈ ബോർഡിന് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഒരു ബോക്സിലൊക്കെ എൻക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഈ സ്വിച്ച് നക്കൽ അത്ര എളുപ്പമായിട്ട് വരില്ല. അപ്പോൾ നമുക്ക് ഈ റീസെറ്റ് പിന്ന് ഇവിടെ ഉണ്ട്. റീസെറ്റ് പിന്ന് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ റീസെറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ ഈ IC പ്രോഗ്രാം ചെയ്യണത് ഡയറക്റ്റ് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ICനെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ചെറിയൊരു IC ഇൻബിൽട്ട് ആയിട്ട് ഇവർ തരും. അപ്പോൾ ഈ IC ആണ് ഇതിനെ പ്രോഗ്രാം ചെയ്യാൻ ഉപയോഗിക്കുന്ന IC. ഇതിൻ്റെ ഒപ്പം ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് പോലെ കാണാം. ഇത് ഒരു ക്രിസ്റ്റൽ ഓസിലേറ്ററാണ്. അപ്പോൾ ഈ ഓസിലേറ്ററാണ് ഈ പ്രൊസസ്സർ എത്ര സ്പീഡിൽ റൺ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന പ്രൊസസ്സർ. അപ്പോൾ ഇതിൻ്റെ റേറ്റിങ്സ് മെഗാഹെർട്സിലായിരിക്കും. അപ്പോൾ ഈ പ്രൊസസ്സറിനനുസരിച്ചിരിക്കും ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും. പിന്നെ ഇതിൻ്റെ കുറച്ച് സർക്യൂട്ടറി വരുന്നുണ്ട്. ഇതൊക്കെ അവർ ഈ ആർഡ്യൂണോ എന്ന് പറയുന്ന കമ്പനി ഒരു ഓപ്പൺ സോഴ്സ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സർക്യൂട്ട്, ബോർഡിൻ്റെ സർക്യൂട്ട്സൊക്കെ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കുറേ ചൈനീസ് കമ്പനികൾ ഈ ആർഡ്യൂണോ എന്ന് പറയുന്ന ബോർഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ജെനുവിൻ ആയിട്ടുള്ള ആർഡ്യൂണോ ബോർഡ് തന്നെ വാങ്ങുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇതിൻ്റെ ഈ ബാക്കിലൊക്കെ ആർഡ്യൂണോ എന്ന് പറഞ്ഞാൽ എഴുതിയിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയുന്നത് ഇവിടെ വേറൊരു ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉണ്ട്. ഇത് 16 മെഗാഹെർട്സിൻ്റെ ക്രിസ്റ്റൽ ഓസിലേറ്ററാണ്. അതും ഇതിൻ്റെ സർക്യൂട്ടറിയുടെ ഭാഗമാണ്.
പിന്നെ ഇതാണ് ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായി ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ഇൻബിൽറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഇതാണ് നമ്മുടെ വോൾട്ടേജ് റെഗുലേറ്റർ, 5 വോൾട്ടിൻ്റെ വോൾട്ടേജ് റെഗുലേറ്ററാണിത്. അപ്പോൾ നമ്മളിവിടെ 9 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ ബോർഡ് വർക്ക് ചെയ്യാൻ 5 വോൾട്ടേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 5 വോൾട്ടിലേക്ക് ഈ 9 വോൾട്ടിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വോൾട്ടേജ് റെഗുലേറ്റർ ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് ഡയോഡ്സ് ഉണ്ട്, പിന്നെ ഒരു ചെറിയ IC ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ പ്രോഗ്രാമിംഗ് സൈഡിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ നമുക്കിപ്പോൾ ഇൻ കേസ് നമ്മുടെ ഈ പ്രോഗ്രാം ചെയ്യണ IC ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് സാധാരണ ഒരു പിക്ക് IC ഒക്കെ പ്രോഗ്രാം ചെയ്യണ വിധത്തിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പിൻസ്, സെറ്റ് ഓഫ് പിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പിൻസ് വെച്ചിട്ട് നമുക്ക് ഇത് പ്രോഗ്രാം ചെയ്യാം. അതിന് നിങ്ങൾക്ക് വേറൊരു പ്രോഗ്രാമർ ആയിട്ടൊരു ടൂൾ ആവശ്യമുണ്ടാവും. പിന്നെ നമുക്ക് ഇതിന് കുറേ ഷീൽഡ്സ് ഒക്കെ കിട്ടും. ഇതിന് ആർഡിനോ ഷീൽഡ്സ് എന്ന് പറഞ്ഞിട്ട് ഷീൽഡ്സ്, മോഡ്യൂൾസ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ഈ പിന്നിലേക്ക് പ്രസ് ചെയ്ത് വയ്ക്കാം. അപ്പം ഇതൊരു സിംഗിൾ യൂണിറ്റായിട്ട് വർക്കിംഗ് ആയി കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CNC മെഷീനൊക്കെ ഒരു ഷീൽഡ്, CNC ഷീൽഡ് എന്ന് പറഞ്ഞിട്ട് റെഡിലി അവൈലബിൾ ആണ്. അത് ഇതിൻ്റെ മുകളിൽ ഇറക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്കതൊരു CNC പ്ലോട്ടർ അല്ലെങ്കിൽ ഒരു 3D പ്രിൻ്ററൊക്കെ ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ചില പിന്നുകളുടെ കിടക്കിയ ഒരു ചെറിയൊരു വര പോലെ കാണാം. അപ്പോൾ ഈ വരകൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ PWM സിഗ്നൽസ് ഔട്ട്പുട്ടായിട്ട് കൊടുക്കാൻ പറ്റാവുന്ന പിന്നുകളാണത്. അപ്പോൾ ചില പിന്നുകൾക്ക് മാത്രമേ PWM സിഗ്നൽ കൊടുക്കാൻ പറ്റുള്ളൂ. PWM എന്ന് പറഞ്ഞാൽ പൾസ് മോഡുലേറ്റഡ് സിഗ്നൽസ് ആണ്. അപ്പോൾ നമ്മൾ ഈ സെർവോ മോട്ടേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ PWM സിഗ്നൽസ് യൂസ്ഫുൾ ആണ്. പിന്നെ ഇവിടെ കുറച്ച് LED ബൾബ്സ് ഉണ്ട്. അത് റിസീവർ, ട്രാൻസ്മിറ്ററൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇൻഡിക്കേഷൻ ലൈറ്റുകളാണത്. പിന്നെ നമുക്ക് ഇതാണ് ഒരു ടിപ്പിക്കൽ CNC ഷീൽഡ്. അപ്പോൾ ഇത് ഈ സോക്കറ്റുകളിലേക്ക് ഇറക്കി വയ്ക്കാൻ പറ്റാവുന്ന കറക്റ്റ് പിന്നുകളായിട്ടാണ് CNC ഷീൽഡ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഏത് പിന്നെ ഏതിലേക്കാണ് വേണ്ടതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ ഇതിലേക്കൊന്ന് വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് പിന്നെ വർക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇത് മോട്ടോർ ഡ്രൈവേഴ്സാണ്. ഈ മോട്ടോർ ഡ്രൈവേഴ്സ് വെച്ചിട്ട് നമുക്കിപ്പോൾ 3 മോട്ടോഴ്സിനെ കൺട്രോൾ ചെയ്ത് ഒരു 3D പ്രിൻ്റർ അല്ലെങ്കിൽ ഒരു പ്ലോട്ടറൊക്കെ സിമ്പിളായിട്ട് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഈ ആർഡിനോ എന്ന് പറയുന്ന ബോർഡിന് പ്രത്യേകിച്ച് ലിമിറ്റേഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മളിതിനെ എങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നു അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരിക. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് സംവാട്ട് സിമിലർ ടു C പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ നമുക്ക് C പ്രോഗ്രാമിങ്ങിൽ ഒരു ചെറിയ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് പ്രോഗ്രാം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിന് പ്രോഗ്രാമിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ USB പോർട്ട് കാണുന്ന ഈ USB പോർട്ടിൽ കൂടെ നമ്മൾ ഇതിനെ കമ്പ്യൂട്ടറിലേക്ക് കുത്തും. അപ്പോൾ ഈ കമ്പ്യൂട്ടറിലേക്ക് കുത്തിയിട്ട് അതിന് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ആർഡിനോ IDE എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിന് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ബോർഡിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒരു 3D പ്രിൻ്റർ ആക്കാൻ വേണ്ടി പ്രോഗ്രാം ചെയ്യാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു മോഷൻ സെൻസർ ആയിട്ട് വേണമെങ്കിൽ ഇതിനെ പ്രോഗ്രാം ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഒരു ചെറിയൊരു റോബോട്ട് പോലെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ പ്രോഗ്രാം ചെയ്യാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ലിമിറ്റേഷൻസ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ IC എന്ന് പറയുന്നത് ഈ ICക്ക് ഒരു ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഈ ICക്ക് 1024 ബൈറ്റ്സ് ആണ് ഇതിൻ്റെ സ്റ്റോറേജ്. അപ്പോൾ നമുക്ക് 1024 ബൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 KB, അതായത് 1 KB ആണ് ഇതിൻ്റെ സ്റ്റോറേജ്. 1 KB എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ സ്പേസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഒരു C പ്രോഗ്രാമിങ്ങിനനുസരിച്ച് നോക്കുമ്പോൾ 1 KB എന്ന് പറയുന്ന ഒരു ലോട്ട് ഓഫ് സ്പേസ് ആണ്. കുറേ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടാകും. കാരണം ഒരു C പ്രോഗ്രാമിങ് ഒരു 8 ബൈറ്റ്സ് 10 ബൈറ്റ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് 1024 ബൈറ്റ്സ് എന്ന് പറയുമ്പോൾ 1024 ലൈൻസ് ഓഫ് കോഡ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്രോഗ്രാമിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതിന് വേണ്ടി ഇതിൻ്റെ ഒരു കേബിള് നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടും. ഇങ്ങനത്തെ ഒരു ഹെഡായിട്ടുള്ളൊരു കേബിൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടും. അപ്പോൾ ഈ കേബിളിൻ്റെ ഈ ഹെഡ് ഇതിലേക്ക് പിൻ ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ ഹെഡ് എന്ന് പറയുന്ന ഒരു USB ആണ്. ഇത് ഒരു ടൈപ്പ് B കേബിളാണ്. ഇത് നമുക്ക് പ്രിൻ്ററിൻ്റെ ഒപ്പം കിട്ടും. ചില ആർഡിനോ വാങ്ങുമ്പോൾ തന്നെ ഒരു ബോക്സിലുണ്ടാവും കേബിള്. നിങ്ങൾക്ക് ഈ ആർഡിനോൻ്റെ സെൻസേഴ്സും മോഡ്യൂൾസും ഒക്കെ ആയിട്ട് ഒരു സെറ്റായിട്ട് വാങ്ങാൻ കിട്ടും. ഇപ്പോൾ ഈ ആർഡിനോ ബോർഡ് മാത്രമായിട്ട് വാങ്ങുകയാണെങ്കിൽ അറൗണ്ട് 400 റുപ്പീസാണ് ഇതിന് വില വരിക. പിന്നെ നമുക്ക് കേബിളൊക്കെ ഒരുവിധം ഒക്കെ അതിൻ്റെ ഒപ്പം തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ സാധനത്തിനെ USB പോർട്ടിലേക്ക്, കമ്പ്യൂട്ടറിൻ്റെ USB പോർട്ടിലേക്ക് പ്ലഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനെ പ്രോഗ്രാം ചെയ്യാം.
അപ്പോൾ നമ്മളിത് പ്ലഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുമ്മേ ലൈറ്റ് കത്തണ കാണാം. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇതിൽ കുറച്ച് ലൈറ്റ്സ് ഒക്കെ കത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ലൈറ്റ് എന്ന് പറഞ്ഞാൽ പച്ച ലൈറ്റ് കത്തുന്നത് ഇതിൻ്റെ ഓൺ ഓഫ് ലൈറ്റ് ആണ്. പിന്നെ ഒരു ലൈറ്റ് ഓറഞ്ച് ലൈറ്റ് കത്തുന്നത് അതിൻ്റെ ലൈൻ കണക്റ്റഡ് ആയി എന്നുള്ളതിൻ്റെ ലൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ആർഡിനോൻ്റെ വെബ്സൈറ്റിൽ തന്നെ ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ സോഫ്റ്റ്വെയർ, ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ ഐക്കൺ. സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റാളേഷൻ നമ്മൾ കാണിക്കുന്നില്ല. അത് ജസ്റ്റ് സിമ്പിളായിട്ട് സാധാരണ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ നെക്സ്റ്റ് അടിച്ച് അവസാനം ഫിനിഷ് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ സാധനം ഓപ്പൺ ചെയ്ത് ഈ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബ്ലാങ്ക് സ്ക്രീൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ വേൾഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ വേൾഡ് സെറ്റപ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം മാത്രം റൺ ചെയ്യേണ്ട കോഡുകൾ, അതായത് ഇപ്പോൾ ആർഡിനോ ഓണായി വരുമ്പോൾ ജസ്റ്റ് ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യണം, അങ്ങനെ വല്ല ജസ്റ്റ് ഒരു ടൈം മാത്രം റൺ ചെയ്യേണ്ട കോഡുകൾ, ഇനീഷ്യലൈസേഷൻ കോഡുകളാണ് നമ്മളിവിടെ വോയിഡ് സെറ്റപ്പിൽ കൊടുക്കുക. പിന്നെ നമുക്ക് വോയിഡ് ലൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്പേസ് ഉണ്ട്. ഈ വോയിഡ് ലൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് റൺ ചെയ്യേണ്ട കോഡുകൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പിന്ന് മോണിറ്റർ ചെയ്ത് അതിൻ്റെ വാല്യൂസ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പിന്ന് മോണിറ്ററിങ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് കിട്ടണം. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ നമ്മൾ വോയിഡ് ലൂപ്പിൽ കൊടുക്കണം. അതായത് വോയിഡ് ലൂപ്പിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അതെപ്പോഴും ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ എൻ്റെ ബോർഡ് ഒരു ആർഡിനോ യൂണോ ആണ്. അപ്പോൾ ഇവിടെ അടിയിൽ കാണാൻ പറ്റും ആർഡിനോ യൂണോ ഓൺ COM3 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ COM3 എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ള പോർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പോർട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് വന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ബോർഡ് ആർഡിനോ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ബോർഡ് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാം. ഇതിൽ ഈ ആർഡിനോ ഉണ്ടാക്കുന്ന കുറേ പലതരം ബോർഡുകൾ ഇതിലുണ്ടാവും. ഓരോ ബോർഡിനും അതിൻ്റേതായ സ്പെസിഫിക്കേഷനും അതിൻ്റേതായ ഗുണങ്ങളും അതിൻ്റേതായ കേപ്പബിലിറ്റീസും ഒക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ ബോർഡ് ഏത് പോർട്ടിലാണ് ക്ലിക്ക് ചെയ്താണ് കണക്ട് ചെയ്താണ് എന്നുള്ളത് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ COM3 ആർഡിനോ യൂണോ ഇവിടെ കണ്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ COM3 സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ കോഡ് എക്സാമ്പിൾ ഫയൽ തന്നെ എടുക്കാം. എക്സാമ്പിൾസ് ഇവിടെ കുറേ എക്സാമ്പിൾസ് അവർ ഇൻബിൽറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള എക്സാമ്പിളാണ് ബ്ലിങ്ക് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് ആ ബ്ലിങ്ക് കോഡ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ബ്ലിങ്ക് കോഡിൽ വോയിഡ് സെറ്റപ്പിൽ നമുക്ക് ആദ്യം തന്നെ പിൻ മോഡ് എന്ന് പറഞ്ഞൊരു ഇത് കാണാം. പിൻ മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു പിന്നിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇൻപുട്ടായിട്ട് വേണോ ഔട്ട്പുട്ടായിട്ട് വേണോ എന്നാണ് നമ്മൾ പിൻ മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു LED ബ്ലിങ്ക് ചെയ്യുന്നതായതുകൊണ്ട് നമ്മൾ പിൻ മോഡ് കൊടുത്തത് ഔട്ട്പുട്ടിലേക്ക് സെറ്റ് ചെയ്യാണ്. അപ്പോൾ പിൻ മോഡിൽ ഈ ഇവിടെ കൊടുക്കേണ്ടത് നമ്മൾ ഏത് പിന്നാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏത് പിന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാന്നുള്ളത് ഈ സ്പേസിൽ നമ്മൾ ടൈപ്പ് ചെയ്യണം. അപ്പോൾ LED ബിൽറ്റിൻ എന്ന് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോർഡും ഒരു LED ബിൽറ്റിൻ ഉണ്ടാവും. അപ്പോൾ ആ LEDനെയാണ് നമ്മൾ ബ്ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ LED ബിൽറ്റിൻ അത് നമ്മളൊരു ഔട്ട്പുട്ടായിട്ട് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യണം. പിന്നെ വോയിഡ് ലൂപ്പിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഡിജിറ്റൽ റൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ്. ഡിജിറ്റൽ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പിന്നിൽ ഒരു ഡിജിറ്റൽ വാല്യൂവിനെ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഡിജിറ്റൽ റൈറ്റിൽ നമ്മൾ ആ പിന്ന് ഏത് പിന്നാണ് നമ്മൾ ഡിജിറ്റൽ വാല്യൂ കൊടുക്കുന്നത് എന്നുള്ള പിന്നാണ് ഇത്. അപ്പോൾ നമ്മൾ LED ബിൽറ്റിൻ ഉള്ള LEDക്ക് ആയതുകൊണ്ട് LEDക്ക് ഡിജിറ്റൽ റൈറ്റ് കൊടുത്ത് ഡിജിറ്റൽ റൈറ്റിന്റെ വാല്യൂ എന്ന് വെച്ചാൽ ഡിജിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 0 എന്ന് പറഞ്ഞാൽ 0 എന്ന് പറയുമ്പോൾ ഓഫും 1 എന്ന് പറയുന്നത് ഓൺ, അല്ലെങ്കിൽ 0 എന്ന് പറയുന്നത് ലോ എന്ന് പറയുന്നതും 1 എന്ന് പറയുന്നത് ഹൈ വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഫസ്റ്റ് ഹൈയിലേക്ക് സെറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ LED ബൾബ് ഈ സ്റ്റേറ്റ്മെന്റിലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ LED ബൾബ് കത്തും. അത് കഴിഞ്ഞിട്ട് ഒരു ഡിലേ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡിലേ എന്ന് പറയുന്നത് LED ബൾബ് കത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ ഡിലേ ഇത് മൈക്രോ സെക്കൻഡ്സിലാണ് ഇതിൻ്റെ ഡിലേ കൊടുത്തേക്കുന്നത്. അപ്പോൾ 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെക്കൻഡാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ഡിജിറ്റൽ റൈറ്റ് ഒന്നുകൂടി യൂസ് ചെയ്ത് LED ബിൽറ്റിൻ പിന്നിലേക്ക് ലോ എന്ന് പറയുന്ന ഒരു വാല്യൂ റൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ലോ കൊടുക്കുന്നതുകൊണ്ട് LED ഓഫ് ആവും. പറയുമ്പോൾ ഡിജിറ്റൽ വാല്യൂവിൽ 0 ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഓഫായിട്ട് 1 സെക്കൻഡ് ഡിലേ കൊടുക്കും. അപ്പോൾ ഓഫായിട്ട് 1 സെക്കൻഡ് നിൽക്കും. അത് കഴിയുമ്പോൾ പിന്നെയും ഇത് വോയിഡ് ലൂപ്പിനകത്തായതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്യാൻ പോകും.
അപ്പോൾ പിന്നെയും ഈ സ്റ്റേറ്റ്മെന്റ്സ് തുടക്കം തൊട്ട് തന്നെ കമ്പയർ ചെയ്ത് തുടങ്ങും. അപ്പൊ നമുക്ക് ഈ നമ്മളിപ്പോ ഒരു കോഡ് നമ്മൾ സ്വന്തമായിട്ട് എഴുതാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവാം. അപ്പൊ നമുക്ക് മിസ്റ്റേക്സ് ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇവിടെ വെരിഫൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ വെരിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോഡിൽ മിസ്റ്റേക്സ് ഒന്നും ഇല്ലാന്ന് അറിയാൻ പറ്റും. ഇപ്പൊ ഇതൊരു എക്സാമ്പിൾ കോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ മിസ്റ്റേക്സ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാലും നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ വെരിഫൈ ഡൺ കമ്പയറിംഗ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും, ഇതൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ നമ്മുടെ ഈ സി പ്രോഗ്രാമിംഗ് ഇതിൽ നമ്മൾ കമ്പയർ ചെയ്ത എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഈ ചെയ്ത കോഡ് 9 bytes ആണ് നമുക്ക് ആവശ്യം വന്നിട്ട് പോകും. അപ്പോൾ നമ്മുടെ ഈ IC-യിൽ 9 bytes സ്ഥലമാണ് നമ്മുടെ ഇത്രയും പോകുന്നൊരു കോഡ് എടുത്തിട്ട് പോകും. ഇനി നമുക്ക് ഈ ആർഡിനോനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ഇപ്പൊ ഈ നമ്മുടെ ഈ ലിങ്ക് പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് ഈ ആർഡിനോയ്ക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൈറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ റൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ റൈറ്റ് ആയിക്കോളും. പക്ഷെ അതിന് മുമ്പ് നമ്മൾ നമ്മുടെ ബോർഡും നമ്മുടെ കോംപോർട്ടും കറക്റ്റ് അല്ലെന്ന് കൂടി വെരിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ ബോർഡ് ആർഡിനോ യൂണോ തന്നെയാണ്. പിന്നെ കോംപോർട്ട് 3 തന്നെ ആണ്, ആവണമെന്നില്ല. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ചിലപ്പോൾ 3 ആവില്ല, വേറെ വല്ല നമ്പേഴ്സ് ആവും. അപ്പോൾ എൻ്റെ 3 ആണ്, അത് തന്നെയാണ് സെലക്ട് ചെയ്യുക, ഉറപ്പ് വരുത്തുക. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാലും കാണാൻ പറ്റും, കോംപോർട്ട് 3 എന്നൊക്കെ കാണാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ അപ്ലോഡിങ് കണ്ടിട്ട് കാണാം, കോഡ് ഇപ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ട്. നമ്മുടെ കോഡ് അപ്ലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം നമ്മുടെ ആർഡിനോ ഇവിടെ ബ്ലിങ്ക്, ആർഡിനോമത്തെ ഈ ലൈറ്റ് ഇവിടെ ബ്ലിങ്ക് ആവുന്നത് കാണാം. അപ്പോൾ നമ്മൾ കോഡിൽ കൊടുത്തേക്കുന്നത് പോലെ തന്നെ 1 സെക്കൻഡ് ബ്ലിങ്ക് കത്തി നിന്ന് 1 സെക്കൻഡ് കെട്ടി നിൽക്കുകയാണ് ഇതിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ബോർഡ് ഇപ്പോൾ നമുക്ക് തന്നെ പുതിയത് ബോർഡ് വാങ്ങുകയാണെങ്കിൽ തന്നെ അതിന് വല്ല ഫോൾട്ട് ഉണ്ടോയെന്ന് തന്നെ നമുക്ക് ഈ ഒരു ചെറിയ സിമ്പിൾ പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു ലൈബ്രറീസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ സ്കെച്ച് നോക്കി കഴിഞ്ഞാൽ ഇൻക്ലൂഡ് ലൈബ്രറി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കുറേ ലൈബ്രറീസ് ഇതിൽ ഇൻബിൽറ്റ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ സർവോ മോട്ടോഴ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സർവോ ലൈബ്രറി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൽ സി പ്രോഗ്രാമിംഗിൽ ഇതുപോലത്തെ ഇത് ഫെമിലിയർ ആണ്, ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. സി പ്രോഗ്രാമിംഗ് നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ തന്നെ ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സി പ്രോഗ്രാമിംഗ് തുടങ്ങുക. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ലൈബ്രറീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇൻബിൽറ്റ് അല്ലാത്തൊരു ലൈബ്രറി നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സിപ്പ് ഫയലായിട്ട് ലൈബ്രറിനെ ആഡ് ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു CNC പ്ലോട്ടറിൻ്റെ ലൈബ്രറി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് CNC പ്ലോട്ടറിൻ്റെ ലൈബ്രറീസ് GitHub എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് സിപ്പ് ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ ആ ഫയലിനെ നമുക്ക് ഇത് ഈ സ്കെച്ച് ക്ലിക്ക് ചെയ്ത് അതിൽ നിന്ന് ഇൻക്ലൂഡ് ലൈബ്രറീസിൽ പോയിട്ട് ഇവിടെ add.zip ലൈബ്രറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഏത് ഫയലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈബ്രറീസ് അത് ഇതിലേക്ക് ഇൻക്ലൂഡഡ് ആയിട്ട് കിട്ടും. അപ്പോൾ ലൈബ്രറീസ് ഇൻക്ലൂഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അത്രയും കോഡിൻ്റെ നമ്മൾ ടൈപ്പ് ചെയ്തുണ്ടാക്കുന്ന കോഡിൻ്റെ ലെങ്ത് അത്രയും നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അത്രയും കോംപ്ലക്സിറ്റി നമുക്ക് അതിനെ കുറയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ എറേഴ്സ് നമുക്ക് കുറയ്ക്കാം. അത് കാരണം അത്രയും ലെങ്ത് ഇല്ലാത്ത കോഡാകുമ്പോൾ നമുക്ക് എറേഴ്സ് എവിടെയാണെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനും അത് റെക്ടിഫൈ ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞങ്ങൾ വിചാരിക്കുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ ഞങ്ങളുടെ വീഡിയോസിന് ലൈക്കും ചെയ്തേക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും കമൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിരിക്കും. ബൈ. Tell me pretty lies, look me in the face, tell me that you love me, even if it's fake.